ഞാലിബില്ലി. അപ്പോൾ ഇപ്പോൾ ഇന്നലെ ഒരു വിഷയം ഉണ്ടായില്ലേ, അതായത് ഈ ഓൾ ബ്രൈറ്റ് ആയിട്ടൊരു വിഷയം മാറാട്ടുണ്ടായില്ലേ. അതായത് അത് വേറൊന്നുമല്ല, വേറൊരു കാരണമല്ല. ഇന്നിപ്പോൾ കാലത്ത് 7 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ ഷൂട്ടിങ് പറഞ്ഞു. എന്നിട്ട് അതിൽ പൈസ എമൗണ്ട് 2500 അത്രയൊക്കെ പറഞ്ഞു. പക്ഷേ ഈ 10-12 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഷോകല്ലേ. അപ്പോൾ എന്തായാലും അതിൻ്റെ പേരിലാണ് ഇന്നലെ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ ഇന്നലെ പറഞ്ഞൊരു പ്രശ്നത്തിൻ്റെ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് ഇന്നലെ ആറാട്ടെണ്ണം പറഞ്ഞില്ല, നിങ്ങൾ വേരെന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം എൻ്റെ വീടിൻ്റെ മുകളിലല്ലേ ഷൂട്ട് ചെയ്തത്, 10 പൈസ അതിന് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു. 10 പൈസ കൊടുത്തിട്ടുള്ള പുള്ളിയുടെ ടോയ്ലറ്റൊക്കെ വൃത്തികേടാക്കി പോയേക്കാതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളാണ്. അതായത് ഇവന്മാർ ഈ അക്കി ഓസി അടിച്ചാൽ ഈ ആറാട്ടൻ്റെ വീടിൻ്റെ മീതെ ഈ ഷോർട്ട് ഫിലിം ചെയ്തത്, അതിനുള്ള തെളിവുകൾ പലതും ഇതിലുണ്ട്. പലതും ഇപ്പോൾ ഇനി വരും, പിറകെ വരും. അപ്പോൾ ഇതൊക്കെ ഇത്ര ഉള്ളൂ. അതായത് വെറുതെ തെണ്ടിത്തരമെന്ന് പറയില്ലേ. എന്നിട്ട് പുള്ളിയുടെ വീടിൻ്റെ മുമ്പിൽ പുള്ളിയുടെ അനുവാദം ഇല്ലാണ്ട് മതിലുമ്പോൾ കൊണ്ടുവന്ന് ഒരു പോസ്റ്റർ ഒട്ടിച്ചു, വേരെന്ന് പറഞ്ഞ പടത്തിൻ്റെ. പുള്ളിയുടെ മറ്റേ ഫോട്ടോ ഉള്ള കാരണം അത് പ്രൊമോഷൻ ആവുമല്ലോ, ആൾക്കാർ വന്നവരും പോണവരൊക്കെ കാണുമല്ലോ. അത് തന്നെ ഇവന്മാരുടെ വിചാരം. കാരണം നാളെ ആൾ ഇങ്ങനെയെങ്കിലും അറിയട്ടെ എന്ന് വിചാരിച്ച് അതിന് തന്നെയാണ് ആറാട്ടെണ്ണ അവിടെ കൊണ്ടുപോയി അത് ചെയ്യിപ്പിച്ചത്. കാരണം പറഞ്ഞാൽ ആറാട്ടെണ്ണ ഇതിൽ വലിയ റോളോ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നണം. അതെന്തോ ആയിക്കോട്ടെ. കാരണം ആറാട്ടൻ്റെ പേര് മുതലെടുത്ത് ഇവന്മാർക്ക് ഷോർട്ട് ഫിലിം ചെയ്യണം, അത് 4 ആൾക്കാരെ അറിയിക്കുകയും വേണം. അതാണ് ഇവന്മാരുടെ ഉദ്ദേശം. ഈ പുള്ളിയുടെ വീടിൻ്റെ മുകളിലാണ് അത് മൊത്തം ചെയ്തത്. പുള്ളിയുടെ വീട് എന്താ സത്രോ? അത് പുള്ളി ഉണ്ടാക്കിയ വീടൊന്നുമല്ല, പുള്ളിയുടെ അപ്പനും കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ വീടാണത്. അവിടെ കയറി നിരങ്ങാൻ ഒരു തെണ്ടികൾക്കും അധികാരമില്ല. അങ്ങനെ വേണ്ട പറയാൻ. ബാക്കി ഞാൻ വീഡിയോ കണ്ടു, ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വേരെന്ന് പറഞ്ഞ ഷൂട്ടിന്റെ ലാസ്റ്റ് ഭാഗം ഇവിടെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വേരെന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് വിഷ്ണു ആ പൈനാപ്പിൾ തലേനാണ് പറയണേ. കാരണം ആ പടം മൊത്തം ഷൂട്ട് ചെയ്തത് അവിടെ തന്നെയാണ്. പിന്നെ ലാസ്റ്റ് ഭാഗം മാത്രം ഇവിടെ ഷൂട്ട് ചെയ്യണമെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ഊളകള് ആറാട്ടെണ്ണൻ ഉണ്ട്, ഓൾ ബ്രൈറ്റ്, ഓരോരുത്തരായിട്ടൊന്ന് പരിചയപ്പെടുത്തണം. മെയിൻ റോൾ ചെയ്ത ആളാണ് അൻവർക്ക. ഇതിന്റെ അകത്ത് പോലീസിന്റെ വേഷം ചെയ്യുന്ന ആളാണ്. ഇവരൊക്കെയാണ് പ്രമുഖ ഷോർട്ട് ഫിലിം പിടുത്തക്കാർ, അങ്ങനെയാണ് പറയാം. കാരണം എനിക്കറിഞ്ഞൂടെ, ഞാൻ ഇവന്മാരൊക്കെ ആദ്യമായിട്ട് കാണേ. ഇങ്ങനെ ഇവന്മാരൊക്കെ മുമ്പ് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇവന്മാരെയൊക്കെ കാണാൻ തന്നെ. ആകെ ഇതിൽ കണ്ടിരിക്കുന്നത് ഈ പൈനാപ്പിൾ തലയിൽ ആറാട്ടെണ്ണ, പിന്നെ ബ്രൈറ്റ്. അങ്ങനെ ബ്രൈറ്റിൻ്റെ ഒക്കെ ശരിക്കുള്ള പേരെന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇവന്മാരൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ള 3 ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് വലിയ പരിചയമൊന്നുമില്ല ഇവന്മാർ ആരൊക്കെയാണെന്ന് പോലും അറിയാൻ പാടില്ല. പിന്നെ ഇല്ലാണ്ട് ഷെബീർ കാക്കാതൊക്കെ പറയുന്നുണ്ട്, ഇക്കാതൊക്കെ പറയുന്നുണ്ട്, എന്താണെന്ന് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു തുണ്ടുപടം പിടിക്കണേനാണ് ഇവന്മാർ ഈ രാജമൗലിയുടെ പടം പിടിക്കണതിൻ്റെ ഒരു വലിയൊരു പോസൊക്കെ ഇട്ട് പിടിക്കുന്നത്. അതിൻ്റെ കൂട്ടിന് മറ്റേ എന്നിട്ട് ഒരു ആങ്കർ പോലെ പൈനാപ്പിൾ തലേനും എന്തോന്നൊക്കെ ഇവന്മാർ ചെയ്യണേ. ഷൂട്ടിംഗ് തുടങ്ങാൻ പോവാണ്, എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വേണം. ഷൂട്ടിങ് തുടങ്ങാൻ പോകണം, എല്ലാവരും പ്രാർത്ഥന വേണമെന്ന്. എന്തോന്ന് ഷൂട്ടിങ്? നിങ്ങളവിടെ പിടിക്കുന്നത് തുണ്ടുപടം കണ്ടല്ലേ, അതിനെന്തിനാ പ്രാർത്ഥന? അതിൻ്റെയൊക്കെ ആവശ്യം എന്തിരിക്കണു? ഇതൊക്കെ ഇറങ്ങുമ്പോൾ യൂട്യൂബിലല്ല, അല്ലാണ്ട് നിങ്ങൾ പറയണ്ടില്ല. സിനിമയുടെ ഷൂട്ടിങ് തുടങ്ങണം, അത് തുടങ്ങണം. ഈ പടം ഏത് തിയേറ്ററിലാണോ റിലീസാവണേ അതും കൂടി ഒന്ന് പറഞ്ഞെങ്കിൽ അവിടെ പോയി കാണാമായിരുന്നു നിങ്ങളൊക്കെ അഭിനയം. പക്ഷേ അവിടെ പോയി കാണാൻ പൈസ മുടക്കി കാണാനുള്ള ഒരു പടം ഉണ്ടാവില്ല. കാരണം ഈ പടമൊക്കെ ആര് പൈസ കൊടുത്ത് കാണുന്നു? ഇതൊക്കെ യൂട്യൂബിൽ എവിടെയെങ്കിലുമൊക്കെ വന്നാൽ കാണും, അത്ര തന്നെ. അല്ല വന്നാൽ പോലും കാണാൻ താല്പര്യമൊന്നുമില്ല. കാരണം ഈ ആയിക്കോളൂ. കാരണം എനിക്ക് ഇതിപ്പോൾ മെയിൻ കാര്യം വേറെ ഒന്നുമല്ല, ഈ ആറാട്ടെണ്ണനെ അവിടെ വെറുതെ വിളിച്ച് കോമാളി കളിപ്പിച്ച് നിർത്താണ് ഇവന്മാർ, കോട്ടൊക്കെ ഇടിപ്പിച്ച്. അല്ലെങ്കിൽ പിന്നെ എന്താവശ്യമുണ്ട്? ആറാട്ടെണ്ണൻ തന്നെ പറഞ്ഞില്ല 10 പൈസ എനിക്ക് തന്നില്ലെന്ന്. കാരണം ആ പുള്ളിയുടെ മുതലെടുക്കാൻ കുറേ നാളുകളുണ്ട്. ഈ വിഷ്ണു കൊച്ചിക്കാരനടക്കം പുള്ളിയുടെ മുതലെടുക്കുന്നത്. പക്ഷെ അതുകൊണ്ടാണ് പുള്ളി ഇപ്പോൾ അവസാനം ഒരു വീഡിയോ ചെയ്തത്. കുറേ പേർക്ക് ഇപ്പോൾ ആറാട്ടൻ്റെ വീട്ടിൽ നിരോധനം ഉണ്ടല്ലോ. അഭിലാഷ് ആട്ടായം, മാഹിം മൂത്രപ്പുര, പൈനാപ്പിൾ തലയൻ, പെരേര, ബ്രൈറ്റ്, അങ്ങനെ കുറേ പേർക്ക് ഇപ്പോൾ നിരോധനമായില്ലേ. പക്ഷേ ഇവന്മാരൊക്കെ നാണമില്ലാണ്ട് വലിഞ്ഞു കയറി ചെല്ലും. നാളെ നോക്കിക്കോ, ഇവന്മാരൊക്കെ വീണ്ടും അവിടെ വലിഞ്ഞു കയറി ചെല്ലും. ആ പുള്ളിക്ക് ആറാട്ടെണ്ണാണെങ്കിൽ നോ പറയാൻ പറ്റില്ല. അതാണ് പുള്ളിക്കാരൻ്റെ പ്രശ്നം. ഈ വരുമ്പോൾ എല്ലാവരെയും വെറുപ്പിക്കാനും പറ്റില്ല. വെറുപ്പിക്കാനല്ല, അവരുടെ അടുത്ത് ഒരു നോ എന്ന് പറയാനുള്ളൊരു ധൈര്യമല്ല പുള്ളിക്ക്, അതിന് പറ്റൂല. അപ്പോൾ പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇവന്മാരെ പോലുള്ളവന്മാർ അവിടെ പലതും ചെയ്ത് നടക്കും. അപ്പോൾ പിന്നെ ഇതൊക്കെ കണ്ട് തയ്ക്കുക, അത്ര തന്നെ. കണ്ട് ക്ഷമിക്കുക, അത്രേ ഉള്ളൂ.